ഹലോ ഓൾ, ഷഫ്നാജ്. ഗുരുവായൂർ അമ്പലനടയിൽ പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ്. ഡയറക്റ്റഡ് ബൈ വിപിൻ ദാസ്. പ്രൊഡക്ഷൻ കമ്പനി പൃഥ്വിരാജ് പ്രൊഡക്ഷൻ. സ്വാഭാവികമായിട്ട് പൃഥ്വിരാജിൻ്റെ എല്ലാ പടങ്ങളും പൃഥ്വിരാജ് പ്രൊഡക്ഷൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് സിനിമയിലേക്ക് കടക്കാം. ഗുരുവായൂർ അമ്പലനടയിൽ വിപിൻ ദാസ് നമുക്കറിയാം. ഇത് 4ാമത്തെ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ. ആദ്യത്തെ മുദ്ദുഗാവ്, ഗോകുൽ സുരേഷ് നായകനായിട്ടുള്ള മുദ്ദുഗാവ് വലിയ വിജയമൊന്നും വിജയിച്ചിട്ടില്ല ബോക്സ് ഓഫീസിൽ. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് നമ്മുടെ സൈജു കുറുപ്പിനെ വെച്ചിട്ടൊരു പടം, അന്താക്ഷരി. പിന്നെ ജയ 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 എന്ന് പറയുന്ന പടം എന്താ പറയുക, നല്ല രീതിയിൽ കളക്ഷൻ നേടിയ, നല്ല രീതിയിൽ വിജയിച്ച, ആളുകൾക്ക് പ്രീതി നേടിയ നല്ലൊരു പടമാണ് ബേസിൽ ജോസഫ് നായകനായിട്ടുള്ളത്. ഓക്കെ, കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലനടയിൽ സത്യം പറയുകയാണെങ്കിൽ എനിക്കൊരു ഉറക്കുളിയായിരുന്നു. വലിയ കാര്യമായിട്ട് എൻ്റർടൈൻമെൻറ്റ് മീൻസ് നമുക്ക് കോമഡി എന്ന് പറയാൻ അവിടെ ഇവിടെയും കുറച്ചൊക്കെ കോമഡി ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പൃഥ്വിരാജ് കമ്പാരിറ്റീവ്ലി പൃഥ്വിരാജിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പടം ആടുജീവിതത്തിനൊക്കെ അപേക്ഷിച്ച് അദ്ദേഹത്തിന് കോമഡി റോളുകൾ വളരെ വിരളമായിട്ടാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് കോമഡി അസാധ്യമെന്ന് ഒന്നും കൂടി തെളിയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വല്ല ക്യാരക്ടർ റോളുകളോ അതുപോലെ തന്നെ മറ്റു പല നമ്മൾ കണ്ടതാണ് ആടുജീവിതം പോലുള്ള സിനിമകൾ, അതൊക്കെയാണ് അദ്ദേഹത്തിന് ചൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ എന്ന് കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കോമഡി അദ്ദേഹത്തിന് വർക്കൗട്ട് ആവുന്നില്ല, എനിക്ക് തീരെ വർക്കൗട്ട് ആയിട്ടില്ല. പ്രേക്ഷകരുടെ കാര്യം അറിയില്ല. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, ഒരു 80% കുഴപ്പമില്ല എന്നാണ് കേൾക്കുന്നത്. ഓക്കെ, ബേസിൽ ജോസഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ബേസിൽ ജോസഫ് അദ്ദേഹത്തിൻ്റെ യൂഷ്വൽ ട്രാക്ക് സിനിമയിലുടനീളം 50% കോമഡി, 50% ഒരു ക്യാരക്ടർ എന്ന രൂപത്തിലാണ് ബേസിൽ ജോസഫ്. അദ്ദേഹം വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജ് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് കോമഡി എനിക്ക് തീരെ വർക്കൗട്ടായിട്ട് തോന്നില്ല. പിന്നെ ഓൾവേസ് ടോട്ടലി നോക്കുകയാണെങ്കിൽ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 50% എൻ്റർടൈൻമെൻ്റ് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പിന്നെ മ്യൂസിക് വെച്ച് നോക്കുകയാണെങ്കിൽ ജയ 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 ഹേ എന്ന് പറയുന്ന പടത്തിൽ നമുക്കറിയാം വളരെ എൻ്റർടൈൻഡ് ആയിട്ടാണ് വിപിൻ ദാസ് എന്ന് പറയുന്ന ഡയറക്ടർ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വച്ചിട്ടുള്ളത്. ആ ഒരു ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു പഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലനടയിൽ ഈസ് എ വെരി ഫ്ലോപ്പ് മൂവി എൻ്റെ അഭിപ്രായത്തിൽ. അതുപോലെ തന്നെ മ്യൂസിക് വൈസ് നോക്കുകയാണെങ്കിൽ അങ്കിത് മേനോൻ വളരെ ഫ്ലോപ്പായിരുന്നു. മ്യൂസിക് ഇല്ലാന്ന് തന്നെ പറയാം. മ്യൂസിക് ഇല്ല പടത്തിൽ. മ്യൂസിക് എന്ന് പറയുന്നത് വളരെ നമുക്ക് ആസ്വദിക്കാൻ പോലും പറ്റൂല, അങ്ങനത്തെ ഒരു മ്യൂസിക്, എന്തൊക്കെയോ വേർഡ്സ് കാര്യങ്ങളെ കുത്തിക്കൊള്ളിച്ചുകൊണ്ടൊരു മ്യൂസിക്. പിന്നെ യോഗി ബാബു ഉണ്ട് പടത്തിൽ. ഒരു ഹാഫ് ടൈമിലും അതേപോലെ തന്നെ ലാസ്റ്റ് ടൈമിലൊക്കെ വെറുതെ കൊണ്ടുപോയിട്ട് ഒരു ആവശ്യമില്ലാതെ സിനിമയിൽ പിടിച്ചിട്ടുള്ള ഒരാളാണ് അനശ്വര രാജൻ. നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് അനശ്വര രാജൻ, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിഖില വിമലിൻ്റെ ഒരു ക്യാരക്ടറിൽ കൂടെയാണ് പടം പോകുന്നതെങ്കിലും റോളൊക്കെ വളരെ കുറവാണ്. പിന്നെ പൃഥ്വിരാജിൻ്റെ ദേഷ്യം കോമഡി നമ്മൾ കഷ്ടപ്പെട്ട് ചിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞ മാതിരിയാണ്. അവിടെ ഇവിടെയും കഷ്ടപ്പെട്ട് തെരഞ്ഞു പിടിച്ച് ആസ്വദിക്കേണ്ടി വരുന്ന ഒരു പടമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ബോക്സ് ഓഫീസിൽ ഒരു പക്ഷേ പ്രീതി നേടിയേക്കാം. അങ്ങനെയാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഇന്ന് 16-ാം തീയതി പടം റിലീസായി. ഇതുവരെ കിട്ടിയ റിപ്പോർട്ട് ഏകദേശം ഒരു 80% നല്ല റിപ്പോർട്ടാണ് കിട്ടുന്നത്. പക്ഷേ പടത്തിൻ്റെ ഒരു സോൾ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഹൈപ്പ് ഒരു പക്ഷെ പടത്തിന് കിട്ടില്ല. ജയ 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 ഹേ കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ എത്രയോ താഴെയാണ് ഈ ഒരു പടം. നമ്മൾ പ്രേമലു എന്ന് പറയുന്നത് ഒരു മീൻസ് ഒരു മസാല രൂപത്തിലുള്ളൊരു പടമായിരുന്നു. എന്തൊക്കെയോ കുത്തിക്കൊള്ളിച്ചിട്ട് എടുത്തൊരു പടം
നെസ്ലിൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടത് കൊണ്ട് ആളുകൾക്കത് ജനപ്രീതി നേടി. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുള്ള അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന പടം ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പടമായിരുന്നു, അടിച്ചുപൊളി ഒരു പടമായിരുന്നു. പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു പടം എനിക്ക് തോന്നുന്നു ബോക്സ് ഓഫീസിൽ ഒരു പക്ഷേ ഒരുപാട് പണം വാരിയത് കൊണ്ട് കാര്യമില്ലല്ലോ. പടത്തിൽ സോൾ വേണം, അല്ലെങ്കിൽ എൻ്റർടൈൻഡ് ആയിരിക്കണം. ഓക്കെ, ദിലീപേട്ടനൊക്കെ ഇപ്പം ശരിക്കും ഇപ്പോഴാണ് ഒരു മിസ്സിങ് തോന്നിയിട്ടുള്ളത്. പണ്ടത്തെ ദിലീപേട്ടൻ്റെ ഒരു ക്യാരക്ടറാണ് ഇതിൽ പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദിലീപേട്ടനായിരുന്നുവെങ്കിൽ ഇതൊരു വേറൊരു ഹൈപ്പിലേക്ക് എത്തിയിരുന്നു. മൈ ബോസ് നമ്മൾ കണ്ടതാണ്, മൈ ബോസിലൊക്കെ ദിലീപേട്ടൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. പക്ഷേ പല പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫിലിമുകളൊന്നും ഇപ്പം വർക്കൗട്ട് ആവുന്നില്ല. പൃഥ്വിരാജ് ഇനി കോമഡി പടങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. ഇതാണ് ടോട്ടലി എൻ്റെ ഒരു അഭിപ്രായം.